അരമണിക്കൂർ സമയം കൊടുക്കും. അരമണിക്കൂർ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഹർത്താൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം തമ്പാനൂരിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. നെടുമങ്ങാട് KSRTCയിൽ നിന്ന് ബസ്സുകൾ ഇറക്കാൻ സമരാനുകൂലികൾ അനുവദിക്കുന്നില്ല. സമരാനുകൂലികൾ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. ബസ് തടയുന്ന ഒരു സ്ഥിതിയുണ്ട്. റൂട്ടിൽ പല KSRTC ബസ്സുകളും ഓടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഡിപ്പോകളിൽ നിന്ന് KSRTC ഡിപ്പോകളിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സമരാനുകൂലികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഡിപ്പോകൾ കേന്ദ്രീകരിച്ചാണ് സമരാനുകൂലികൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പരമാവധി ഈ സമരാനുകൂലികളെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. കാരണം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് പോലീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രതിഷേധം കാരണം അത് ഒരുപാട് വൈകുന്നു എന്ന് വേണം ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ പറയാൻ സാധിക്കുക. ഹർത്താല് കാര്യമായി ബാധിക്കില്ല, ജനജീവിതത്തെ കാര്യമായി ബാധിക്കില്ല എന്നുള്ളതായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ജനജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം. ആദ്യത്തെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ജനജീവിതത്തെ ഹർത്താല് ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.